ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് ആടിൻ്റെ ബോട്ട് കിട്ടീനെ, അപ്പോൾ അതൊന്ന് ഫ്രൈ ഉണ്ടാക്കി നോക്കാമെന്ന് കരുതിയാണ് ഒരു വീഡിയോ എടുത്ത്. അപ്പോൾ നമ്മൾ ഈ കുടലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇറക്കൽ വെച്ചിട്ട് മറച്ചെടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇത് പഴയ ആൾക്കാർ ഇതിങ്ങനെയല്ല ചെയ്യുന്നത്, വിത്തുകളൊക്കെ ഇട്ട് കഴുകുകയെന്ന്. പക്ഷെ നമ്മളെ പുതിയ രീതിക്ക് ഈർക്കിൽ വെച്ചൊന്ന് മറിച്ച് കുടലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. അപ്പോൾ ഇത് വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മളാ ബ്ലേഡറില്ലേ അതൊക്കെ ഒന്ന് പൊളിഞ്ഞ് വരും നമുക്ക്. അപ്പോൾ പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മളത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്ത എല്ലാം കൂടി ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് കയറി വരട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച് അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വിറകടുപ്പിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തേക്ക്, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി കൂടി ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലും കൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച ആടിൻ്റെ ബോട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ആ മസാലയും കൂടി കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് ഉരുളക്ക് പുഴുങ്ങി വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി മുകളിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം കേട്ടോ. നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഉപ്പ് കുറച്ച് കുറഞ്ഞു പോയി, അതുകൊണ്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുകയാണേ. ഇനി നമ്മളൊരു 4 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പൊടി നമ്മൾ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മളെ ആടുബോട്ടി റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പൊറാട്ട എടുത്തിട്ടുണ്ട്, അതിനെ മുകളിൽ വെച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. അപ്പോൾ അടുത്ത് തുടങ്ങിയൊരു ചാനലാണ്, അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.